ജില്ലാ പഞ്ചായത്ത് ഭദ്രദീപം കൊടുത്ത് നിർവഹിക്കുന്നു. ചടങ്ങിന്റെ നമസ്കാരം പ്രിയപ്പെട്ടവരെ. തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രക്കുളം നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് സാമൂഹ്യ ഡാനികൾ 75 ലക്ഷം രൂപ, റോഡ് നവീകരണത്തിന് 20 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. ഈ പ്രവർത്തികളുടെ നിർമ്മാണ ഉദ്ഘാടനം ക്ഷേത്ര സന്നിധിയിൽ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NS സലീന, ജില്ലാ പഞ്ചായത്ത് അംഗം സാമൂഹ്യ ഡാനികൾ തുടങ്ങി ക്ഷേത്ര സമിതി അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, ജയലേഖ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു തത്സമയത്തിലേക്ക് സ്വാഗതം. തിരുവൈക്കോട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കുളത്തിൻ്റെ പുനർനിർമ്മാണം ഭദ്രദീപം കൊടുത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സാംകേ ഡാനിയൽ നിർവഹിക്കുന്നതിൻ്റെ തത്സമയം സാക്ഷിക്കുകയും ഒപ്പം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി സുനിൽ, വെട്ടുവഴി വാർഡ് മെമ്പർ ശ്രീ ജയലേഖ, ബ്ലോക്ക് മെമ്പർ ശ്രീമതി സലീന, ഒപ്പം തിരുവോട് വാർഡ് മെമ്പർ P. സുനിൽകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരിക്കും. തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളം നവീകരണത്തിന്റെ ഉദ്ഘാടന യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് തിരുവായ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റായിട്ടുള്ള ശ്രീ R. ഗോപാലകൃഷ്ണപിള്ള അവർകളെ ആദരപൂർവം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ആദരണീയനായ കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സാംകേ ഡാനിയൽ, ആദരണീയയും ബഹുമാനീയമായ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുനി അവർകൾ, ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമാൻ A. രാജു, ശ്രീമതി NS സലീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി S. സിന്ധു, വാർഡ് മെമ്പർ ശ്രീമതി KS. ജയലേഖ, വെട്ടുവഴി വാർഡ് മെമ്പർ ശ്രീ PS. സുനിൽകുമാർ, വാർഡ് മെമ്പർ കുരിയോട്, നമ്മുടെ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് സെക്രട്ടറി സജീവ് SI, ബഹുമാന്യരും ആദരണീയമായ നമ്മുടെ തിരുവൈക്കോട്ട് ശ്രീ മഹാവിഷ്ണുവിന്റെ കമ്മിറ്റി മെമ്പേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുകാർ, ഏറെ ആദരണീയരായ ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ചുള്ള നമ്മുടെ ഈ നാട്ടിലെ
സാധാരണപ്പെട്ടവരായ ആൾക്കാർ, പിന്നെ ഈ സന്ദർഭം എന്റെയും ഈ നാട്ടിലുള്ളവരുടെയും ഒരു പുണ്യമായ ഒരു ദിനമാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എത്രയെങ്കിലും 1000 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു 75-80 വർഷമേ ആയിട്ടുള്ളൂ ഇത് കണ്ടുപിടിച്ച് ഇത് കാട് മൂടിക്കിടന്ന പ്രദേശം ഈ രീതിയിൽ ആയിട്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ക്ഷേത്രക്കുളം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇത് നമ്മുടെ പേരിൽ, ഈ ക്ഷേത്രത്തിന്റെ പേരിലല്ലായിരുന്നു. അന്നത്തെ ബഹുമാന്യനും ആദരണീയനുമായ ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ടുള്ളതുമായ അച്യുതൻ വക്കീൽ എന്ന് പറയുന്ന വാര്യ വീട്ടിൽ അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് ഇപ്പൊ നമ്മള് 75 വർഷക്കാലം മുമ്പുള്ള ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെയും ഈ നാട്ടിലുള്ള നല്ലവരായ മനുഷ്യരുടെയും ശ്രമഫലമായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ കുളം 26 സെന്റ് അന്ന് വിലയ്ക്ക് വാങ്ങിയതാണ്. കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഈ ക്ഷേത്രത്തിന്റെ മുന്നിലും പിന്നിലുമായിട്ടുള്ള വസ്തുക്കൾ പല തവണകളായി നമ്മൾ വാങ്ങുകയും ഈ ക്ഷേത്രത്തിന് നമ്മളെ നാട്ടിലുള്ളവർക്കും നമുക്ക് ഐശ്വര്യത്തിനും ഈ ജനങ്ങളുടെ ജാതിമത ഭേദമന്യേ ഇവിടുത്തെ എല്ലാവരെയും കാത്തുകൊള്ളുന്ന ശ്രീ തിരുവൈക്കോട് മഹാവിഷ്ണുവിന്റെ തിരുസന്നിധിയാണ്. എനിക്ക് പലരെയും ഈ കാലഘട്ടത്തിൽ ഓർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ 2005 തൊട്ടുള്ള ഈ കാലഘട്ടത്തിന് ശേഷമാണ് പല തവണകളിൽ നമ്മളെ റോഡും ഈ പശ്ചാത്തല സൗകര്യങ്ങളും ഉണ്ടായത്. നമ്മളിവിടെ ഒരു ഉൾ ഏരിയ ആയിരുന്നു. ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിന്റെ കാലം തൊട്ടാണ് ഇവിടെ വികസനം വന്നു തുടങ്ങിയത്. അതിൽ പല ജനപ്രതിനിധികളും നമ്മളെ നല്ലതുപോലെ സഹായിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല, നമ്മളെ ക്ഷേത്രത്തിലേക്കുള്ള വരുന്ന വഴി നമ്മുടെ ഈ നാട്ടിലെ ആളും ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ആ മണികണ്ഠൻപിള്ള, അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ കള്ളിക്കാട് വാർഡിന്റെ മെമ്പറുമായ അദ്ദേഹമാണ് ഈ റോഡ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് തന്നത്. അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികൾ നമ്മളിവിടെ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണമെന്ന് കാട്ടിത്തന്ന ഒരു നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാലിലാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഉത്സവത്തിന്റെ വേളയിൽ നമ്മൾ പുള്ളിയെ പാട്ടുപുരയ്ക്കൽ ക്ഷേത്രത്തിൽ വെച്ച് കാണുകയും അദ്ദേഹത്തിന് ഈ ഒരു മെമ്മോറാണ്ടം കൊടുക്കുകയും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വൈകിപ്പോയി, ഈ കാലാവധി, ഈ ജില്ലാ പഞ്ചായത്തിന്റെ കാലാവധി തുച്ഛമായ ദിവസങ്ങളേ ഉള്ളൂ. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഇത് പണ്ട് അനുവദിച്ചാലും ഇത് ചെയ്യുന്നതിന്റെ കാലതാമസം എടുക്കും. കാര്യം തിരുവനന്തപുരമായിട്ട് സോയിൽ കൺസർവേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേപ്പേഴ്സ് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് എങ്കിലും കർക്കശമായി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് വാക്ക് തരികയും ഇവിടുത്തെ കഴിഞ്ഞ ഉത്സവത്തിന് നമ്മുടെ സാംസ്കാരിക സമ്മേളനം വെച്ചു, അന്ന് ഇവിടെ വെച്ച് ഞാൻ ശ്രമിക്കാം എന്ന് പറയുകയും അത് വളരെ കൃത്യമായ രീതിയിൽ അത് ഫോളോ ചെയ്യുകയും നമുക്ക് അത് ജില്ലാ പഞ്ചായത്തിൽ എന്റെ അന്വേഷണത്തിൽ ഈ കാലയളവിൽ ആർക്കും ഒരു ഫണ്ടും കിട്ടിയിട്ടില്ല. അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി
താല്പര്യമെടുത്ത് നമുക്കിവിടെ ഫണ്ട് തന്നു കഴിഞ്ഞു. അതിന്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിലുള്ള ഓരോ വ്യക്തിക്കും അതൊരു അഭിമാന നിമിഷമാണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത കൂട്ടത്തിൽ പള്ളിമുക്ക് തിരുവൈക്കോട് റോഡിന് നമ്മൾ ഉത്സവത്തിനനുബന്ധിച്ചമായിട്ട് തരണമെന്നാണ് പറഞ്ഞത്. പുള്ളി അതിനും 20 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. അതിന്റെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞു. ഒരു കോൺട്രാക്ട് എടുക്കുകയും ചെയ്തു. അപ്പം ഇത്രമാത്രം നല്ല രീതിയിൽ പ്രവർത്തിച്ച നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുകൊണ്ട് കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ സമയമില്ല. അതുകൊണ്ടും അദ്ദേഹത്തിന് 1000 നന്ദി ഈ അവസരത്തിൽ ഞാൻ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. ഇനി അധ്യക്ഷ നിലയിൽ ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞ് നിർത്തുകയാണ്. എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ നമസ്കാരം. അടുത്തതായി നമ്മളെ സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മൾ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി സജീവ് SI ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഓം നമോ നാരായണായ. ബഹുമാന്യ ഭക്തജനങ്ങളെ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, നാട്ടുകാരെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മളേവരും വളരെയധികം കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ സംരംഭത്തിന്റെ ഉദ്ഘാടന ആയി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ മഹാക്ഷേത്രത്തിന്റെ ഒരു ക്ഷേത്രക്കുളം നവീകരണ ഉദ്ഘാടന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ നവീകരണത്തിന് വേണ്ടി നമ്മുടെ ആദരണീയനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ സാർ 72 ലക്ഷം രൂപ നമുക്കിതിനു വേണ്ടി തന്നു കഴിഞ്ഞു. അപ്പോ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ഈ സായാഹ്നത്തിൽ ഈ ഉദ്ഘാടന കർമ്മത്തിൽ പങ്കെടുക്കാം. ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ R ഗോപാലകൃഷ്ണപിള്ളച്ചേട്ടനെ ഞാൻ തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്കേവർക്കും പ്രിയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ആദരണീയനായ അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ സാറാണ്. അദ്ദേഹത്തെയും തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ നമുക്കേവർക്കും സുപരിചിതയായ ശ്രീമതി മിനി സുനിൽ അവരുകളെയാണ്. മിനി സുനിലിനെയും ഞാൻ തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ട്രസ്റ്റിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി NS സലീന അവരുകളെയും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നിവിടെ ഈ വേദിയിൽ എത്തിയില്ല എങ്കിലും നമ്മുടെ ഈ വാർഡിന്റെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ശ്രീമതി സിന്ധു ചേച്ചിയാണ്. അവർക്ക് അവരുടെ ഒരു ബന്ധുവിന്റെ മരണം മൂലം നമുക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. ശ്രീമതി സിന്ധു ചേച്ചിയെയും ഞാൻ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹം എന്റെ ഒരു അധ്യാപകനും കൂടിയാണ്. നളന്ദ കോളേജിൽ എന്നെ പഠിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഈ വേദിയിൽ അദ്ദേഹം ഇല്ല എങ്കിൽ പോലും ശ്രീ A രാജുവിനെ, അദ്ദേഹത്തെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ
കുരിയോട് വാർഡ് മെമ്പർ കൂടിയായ ശ്രീ PS സുനിൽകുമാർ അവരുടെ തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ഈ യോഗത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി കൂടിയായ ശ്രീ V സുരേഷ് കുമാർ അവരുടെയും നമ്മുടെ വെട്ടുവഴി വാർഡ് മെമ്പർ എല്ലാവർക്കും പരിചിതയാണ്, ക്ഷമിക്കണം ആ പേര് വിട്ടുപോയി, ശ്രീമതി KS ജയലേഖ അവരുടെയും ഈ തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ഭഗവാന്റെ നാമധേയത്തിലും തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിയുടെ പേരിലും ഞാൻ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. ഓം നമോ നാരായണായ. അടുത്തതായി നമ്മളെ ഏറെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് സാംഗ്വേ ഡാലിയൻ അവരുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായ ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, തിരുവൈക്കോട് ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ്, ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിന് കാരണമായിട്ടുള്ള ഈ ക്ഷേത്രകുളത്തിൻ്റെ നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൻ്റെ 72,66,000 രൂപ അനുവദിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച ഏറെ പ്രിയങ്കരനായ ശ്രീ R ഗോപാലകൃഷ്ണപിള്ള, ഇവിടെ സ്വാഗതം ആശംസിച്ച ക്ഷേത്രം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ശ്രീ സജീവ്, വേദിയിൽ സന്നിഹിതയായിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ പങ്കുവഹിച്ച ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദീർഘകാലമായി ഒരു പൊതുപ്രവർത്തക എന്നുള്ള തരത്തിൽ നമ്മളോടൊപ്പമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഏറെ പ്രിയങ്കരിയായ ശ്രീമതി NS സലീന, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായ ശ്രീമതി KS ജയലേഖ, ശ്രീ PS സുനിൽകുമാർ, അതുപോലെ തന്നെ ഇവിടെ കൃതജ്ഞത അർപ്പിക്കുന്ന ശ്രീ സുരേഷ് കുമാർ അടക്കം വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയങ്കരരായ ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട ബഹുജനങ്ങളെ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സമയബന്ധിതമായി ഈ സമ്മേളനം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. ദീപാരാധനയ്ക്ക് മുമ്പ് ഈ സമ്മേളനം അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു പോകുന്നില്ല. ഇവിടെ നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തൊട്ട് മുമ്പുള്ള ഉത്സവത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക സമ്മേളനത്തിലാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നത്. അതിന് തൊട്ടു മുമ്പാണ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഗോപാലകൃഷ്ണനും സെക്രട്ടറിയും അടക്കം ഇവിടെ നമ്മുടെ പൊതുപ്രവർത്തകനായ ശ്രീ അജയനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ ഒരു ഫണ്ട്, രണ്ട് കാര്യം, ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഇങ്ങോട്ടുള്ള റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്. റോഡിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഇങ്ങനൊരു ക്ഷേത്രക്കുളം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് താമസിച്ചു പോയി, കാര്യം 5 വർഷത്തിന്റെ 4.5 വർഷവും യഥാർത്ഥത്തിൽ കഴിഞ്ഞു. ഇനി ഏതാണ്ട് 4-5 മാസം, കാര്യം ഒരു സാമ്പത്തിക വർഷം അവസാനിച്ച് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് വന്ന് ഈ ഫണ്ട് അനുവദിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമ്പോൾ ഞങ്ങളുടെ കാലാവധി മിക്കവാറും കഴിയും. എന്ന് മാത്രമല്ല, ഇത് സാധാരണ ഒരു റോഡിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന പോലെയല്ല.
ഇത് നമ്മുടെ മണ്ണ് സംരക്ഷണ വിഭാഗമാണ് ഈ വർക്ക് യഥാർത്ഥം ചെയ്യേണ്ടത്. ഇതിന്റെ TS അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ജില്ലാ പഞ്ചായത്ത് കൊടുത്താലും ഇതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ തരേണ്ടത് തിരുവനന്തപുരത്ത് നിന്നാണ്. ആ തിരുവനന്തപുരത്ത് ടെക്നിക്കൽ സാങ്ഷൻ തരുന്നതുമായി ബന്ധപ്പെട്ട് 4-5 വകുപ്പ്, നമ്മുടെ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ഉൾപ്പെടെയുള്ള 4-5 വകുപ്പിന്റെ മേധാവികൾ ചേർന്നുകൊണ്ടാണ് ഇതിന്റെ ടെക്നിക്കൽ സാങ്ഷൻ തരുന്നത്. ഇതെന്തുകൊണ്ടാണെന്നത് മനസ്സിലാക്കിയ കാര്യം എനിക്കറിയാം. പോരയിടം മഹാദേവർ ക്ഷേത്രത്തിന്റെ കുളത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയമാണ്. അതിനുവേണ്ടി പോയ ആ ഓട്ടത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിനിടയ്ക്ക് എത്ര കാലതാമസം ഉണ്ടായി, എത്ര തരത്തിലുള്ള പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായി എന്നുള്ളത് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനോട് പറഞ്ഞത് നമുക്ക് ശ്രമിക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വളരെ അത്ഭുതകരമായി ശ്രീ മഹാവിഷ്ണുവിന്റെ നാമധേയത്തിലുള്ള ഈ ക്ഷേത്രത്തിന്റെ ഈശ്വരാനുഗ്രഹവും അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പ്രാർത്ഥനയും എല്ലാം കൊണ്ടായിരിക്കാം. പക്ഷെ സാധാരണയിൽ നിന്ന് അപ്പുറത്തേക്ക് ഈ സാമ്പത്തിക വർഷം 2025-26 സാമ്പത്തിക വർഷം അനുവദിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ 68 ഗ്രാമപഞ്ചായത്തുള്ള ഈ ജില്ലാ പഞ്ചായത്തിൽ ഈ വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ ആ ഫണ്ടുകളൊക്കെയാണ് ഇപ്പോൾ അതിന്റെ സാങ്ഷനായി വരുന്നത്. പക്ഷെ ആകെ 2025-26 സാമ്പത്തിക വർഷം അനുവദിച്ചതിൽ ആകെ 2 കാര്യം 72 ലക്ഷത്തി ഇത് എസ്റ്റിമേറ്റ് എടുത്തപ്പം അതിന് മുമ്പ് എന്റെ അടുത്ത് ഒരു 50 ലക്ഷത്തിൽ താഴെ ഒരു 10-40 ലക്ഷം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എസ്റ്റിമേറ്റ് എടുത്തപ്പം 72,66,000 രൂപയായി. സാധാരണഗതി 50 ലക്ഷം രൂപയിൽ കൂടുതൽ കുളത്തിന് വേണ്ടി, കുളം നവീകരണത്തിന് വേണ്ടി സാധാരണഗതിയിൽ അനുവദിക്കാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഏതായാലും ഇത് ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകണം. അപ്പൊ ഈ വർഷം 2 കുളം എടുക്കാനുള്ള പൈസ മാത്രമാണ് ആകെ ഉള്ളത്. കാര്യം ആകെ പിന്നെ 1.25 കോടി രൂപയാണുള്ളത്. അപ്പൊ അതിന് 72,66,000 രൂപ ഇങ്ങോട്ട് മാറ്റിയാൽ പിന്നെ ബാക്കി എത്ര ഉണ്ട്? 26 ഡിവിഷനുണ്ട്. എന്തായാലും അതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെ തീരുമാനമെടുത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ്, ഞാൻ കൂടി അംഗമാണ്, അതിൽ തീരുമാനമെടുത്ത് ജനറൽ കമ്മിറ്റി അംഗീകരിച്ച് ജില്ലാ മണ്ണ് സംരക്ഷണ, യഥാർത്ഥത്തിൽ അവരെയും കൂടെ വിളിക്കേണ്ടിയായിരുന്നു, ഞാനിന്ന് വിളിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ശ്രീമതി അനിത, മറക്കാൻ കഴിയില്ല ആ പേര്. അപ്പൊ ശ്രീമതി അനിത വളരെ പ്രത്യേകമായി മുൻകൈ എടുത്തുകൊണ്ടാണ് ജില്ലാ ഓഫീസറായിട്ടുള്ള അനിത അന്നേരം നമ്മളെ അപ്ഡേറ്റ് ചെയ്ത് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ ബന്ധങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി തിരുവനന്തപുരത്ത് വളരെ പെട്ടെന്ന് തന്നെ ടെക്നിക്കൽ സാങ്ഷൻ കിട്ടി. ടെൻഡർ നടപടി സാധാരണഗതിയിൽ ഈ മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നടക്കില്ല. ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അതിൽ സാധാരണ ചിലപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ മാത്രമാണ് ബിഡ് ചെയ്യുന്നതെങ്കിൽ അത് എടുക്കാനാളുണ്ടാവും. പക്ഷെ ഒന്നിലധികം ആളുകൾ അതിൽ ഈ ടെൻഡറിൽ പങ്കെടുത്തു. ഈ പോരേടം കുളം നവീകരിച്ച ആള് തന്നെയാണ് ഈ വർക്കും എടുത്തത്. വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ആശ്വാസമുണ്ട്. കാര്യം ഇവിടെ ശ്രീ പത്മകുമാറൊക്കെ എന്റെ മുന്നിലുണ്ട്. വളരെ കൃത്യമായും പോരേടം കുളം വളരെ കൃത്യസമയത്ത് തന്നെ നവീകരിച്ച കോൺട്രാക്ടറാണ്. കാര്യം നിങ്ങളുടെ എല്ലാം സഹകരണം, ഞാൻ വിളിച്ചു, അപ്പൊ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി ഇവിടുത്തെ ഭാരവാഹികളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെ എല്ലാം സഹായം ഉണ്ടാകും. വളരെ സമയബന്ധിതമായി അത് പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മിക്കവാറും ഒക്കെ അടുത്ത ആഴ്ച അതിന്റെ പണി നിർമ്മാണം തുടങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യമാണുള്ളത്. ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷം ഞങ്ങളെ സംബന്ധിച്ച് ഈ ജനപ്രതിനിധികളായ ഞങ്ങളുടെ എല്ലാം ഒരു ടേം 5 വർഷത്തെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. ഈ വരുന്ന നവംബർ മാസം 4-ാം തീയതിയോ 5-ാം തീയതിയോ അല്ലെങ്കിൽ 6-ാം തീയതിക്കോ അപ്പുറമുള്ള 10-ാം തീയതിക്ക് ഇപ്പുറമുള്ള ഒരു ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. അപ്പൊ ഞങ്ങളൊക്കെ സ്വാഭാവികമായും അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ ഡിസംബർ 8-ാം തീയതിയോ 10-ാം തീയതിയോ അല്ലെങ്കിൽ 20-ാം തീയതിക്കോ ഭരണസമിതി എടുക്കുന്നതിന് മുമ്പുള്ള ജനപ്രതിനിധിയാണോ എന്ന് ചോദിച്ചാൽ ജനപ്രതിനിധി ഉണ്ട്. പക്ഷെ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു കാലാവധി തീരുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ വളരെയധികം കൃതാർത്ഥതയോടുകൂടിയാണ്, വളരെ അഭിമാനബോധത്തോടു കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഭക്തരായിട്ടുള്ള ആളുകൾ, ഈശ്വരവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അമ്പലവിശ്വാസികളായിട്ടുള്ള ആളുകൾ, അവരുൾപ്പെടെയുള്ള വലിയൊരു പൊതുസമൂഹം നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ അനുഭവം. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം തുടങ്ങുന്നത് കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ തിരുസന്നിധി ആൽത്തറമൂട്ടിൽ നിന്നാണ് തുടങ്ങുന്നത്. ആൽത്തറമൂട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം തുടങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ കൂടിയ നമ്മുടെ പ്രവർത്തകരും ആളുകളും അവിടുത്തെ പൊതുജനങ്ങളും പറഞ്ഞു, 3.5 ഏക്കറോളം വരുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് കാണുന്ന വലിയ ഒരുപക്ഷെ ചിറയെന്ന് അല്ലെങ്കിൽ കുളം എന്ന് പറയുന്ന കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ കുളം അതൊന്ന് വൃത്തിയാക്കണം. അതിന് നിങ്ങളുടെ സഹായം. സാധാരണഗതിയിൽ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഫണ്ട് വിനിയോഗിക്കുന്നതിന് തടസ്സമുണ്ട്. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും വഴിയിൽ അത് പറ്റുമെങ്കിൽ അത് ചെയ്യും എന്ന് പറഞ്ഞു. 1,19,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് 3.5 ഏക്കർ വിസ്തൃതിയുള്ള കടയ്ക്കൽ ദേവീക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ അതിന് തൊട്ട് ചേർന്നുള്ള ആ കുളത്തിന് ചുറ്റും ഇപ്പോൾ നോക്കിയാൽ വളരെ മനോഹരമായ തറയോട് പാകി, ഇന്റർലോക്ക് പാകി, രാവിലെ ഒരുപക്ഷെ വിശ്വാസികളോ അവിശ്വാസികളോ ആയിട്ടുള്ള ആളുകൾക്ക് ഉൾപ്പെടെ വ്യായാമത്തിനുൾപ്പെടെ അവിടെ കടന്നു വരാൻ കഴിയുന്ന തരത്തിൽ ഇരിപ്പിടങ്ങളും അതിൽ ഏറ്റവും മനോഹരമായ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞ ഏജൻസിയാണ് അത് ചെയ്ത് ഓപ്പൺ സ്റ്റേജും നിങ്ങൾക്ക് അവിടെ കാണാം. ഏറ്റവും മനോഹരമായ ഒരു ഓപ്പൺ സ്റ്റേജ്, തുറന്ന സ്റ്റേജ്, ആളുകൾക്ക് ഇരുന്ന് ഏത് പരിപാടിയും അവതരിപ്പിക്കുവാൻ കഴിയുന്ന വിധം. ജില്ലാ പഞ്ചായത്തിന്റെ 1,19,00,000 രൂപ ചെലവഴിച്ച് ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെ ആദ്യത്തെ വാഗ്ദാനം അത് പൂർണ്ണമായും സഫലീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോരയിടം മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാരവാഹികൾ നമ്മളോട് പറയുന്ന അവിടുത്തെ ക്ഷേത്രക്കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് 47 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. ഏറ്റവും അവസാനമാണ് ഇട്ടുവ പഞ്ചായത്തിലെ മറ്റൊരു കുളം കൂടി നവീകരിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോ നമുക്കറിയാം, കുഞ്ഞയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പേട്ട തുള്ളുന്ന ഭക്തന്മാർ കടന്നു വരുന്ന വഴി ഇന്ന് 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കോൺക്രീറ്റ് ചെയ്ത് ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി ആ റോഡ് യഥാർത്ഥത്തിൽ പരിപൂർണമായും സഞ്ചാരയോഗ്യമാക്കിയത്. ഏറ്റവും അവസാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ തിരുവൈക്കോട് ക്ഷേത്രത്തിന്റെ കുളം കൂടി റോഡ് മാത്രമല്ല, അത് നവീകരിക്കാൻ ആവശ്യമായ പണം കൂടി നൽകണമെന്ന് പറഞ്ഞത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണമായും 72,66,000 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സംഖ്യയാണ്. ഇപ്പൊ 72,66,000 കൂടിയുണ്ട്. അപ്പോ ചെറിയ സംഖ്യയാണോ? എന്തുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്രമാത്രം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുളങ്ങളും നമ്മുടെ പ്രകൃതി ഇന്ന് കാണുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നമ്മുടെ കാവുകൾക്കും കുളങ്ങൾക്കും അത് വഹിച്ച പങ്ക് ചെറുതല്ല. ഇവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടവരാണോ ഇതര വിഭാഗത്തിൽപ്പെട്ടവരാണോ എന്നുള്ളതല്ല പ്രശ്നം. നാട്ടിൽ ഒരു ജലസമ്പത്തുണ്ടായാൽ, ഒരു കുളമുണ്ടായാൽ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമല്ല, ആ നാടിന്റെ ഐശ്വര്യമാണ്. നാടിന്റെ മുന്നോട്ട് പോക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സായി, ജലസ്രോതസ്സായി അത് നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കുളങ്ങളുടെ നവീകരണം, ആ നവീകരണവുമായി ബന്ധപ്പെട്ടൊരു നാടിനെ നമുക്കിപ്പോ കുടിവെള്ളത്തിനോ അല്ലെങ്കിൽ മറ്റ് വെള്ളത്തിന്റെ ഒന്നും വലിയ ദൗർലഭ്യമില്ല. ആ ദൗർലഭ്യം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു വലിയ ജലാശയം ഉണ്ടെങ്കിൽ ആ ജലാശയത്തിൽ നിന്നും സ്വാഭാവികമായി അതിന്റെ പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഗുണം യഥാർത്ഥത്തിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമ്മുടെ കാവുകളെ സംബന്ധിച്ചിടത്തോളം എത്ര മഹത്തരമാണ് ആ കാവുകൾ. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ, പ്രകൃതിയുടെ സൗന്ദര്യം നിലനിർത്തുന്നതിൽ, പച്ചപ്പ് നിലനിർത്തുന്നതിൽ നമ്മുടെ മതവിശ്വാസവുമായി ഇഴുകിച്ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കാവുകളും കുളങ്ങളും
നമ്മുടെ പൂർവികരായ മനുഷ്യർ അവർ സ്വാഭാവികമായും അത് രൂപപ്പെടുത്തിയ ആ വിശ്വാസം ഒരു സമൂഹത്തെ, ഒരു നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് രൂപപ്പെടുത്തിയ വിശ്വാസമാണ്. ആ വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായി നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ആ സമൂഹത്തെ, ആ വലിയ മനുഷ്യരുടെ കൂട്ടത്തെ അത്തരത്തിൽ നമ്മുടെ വിശ്വാസവും നമ്മുടെ നാടിന്റെ പ്രകൃതിയുമെല്ലാം ഇടപിരിയാത്ത തരത്തിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധത്തെ ആണ് നമുക്ക് സ്വാഭാവികമായും സംരക്ഷിക്കപ്പെടേണ്ടത്. ആ സംരക്ഷിക്കപ്പെടുന്നതിന്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിലുള്ള ക്ഷേത്രകുളങ്ങളെ സംരക്ഷിക്കുവാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് വളരെയധികം പരിശ്രമം നടത്തി ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീ ഗോപാലകൃഷ്ണനും അതുപോലെ തന്നെ അജയൻ എല്ലായ്പ്പോഴും എങ്ങനെയാണ് ഏറ്റവും അവസാനം പോലും ഇതിന്റെ ടെൻഡർ നടപടികൾ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് മുമ്പ് നടത്തിയെടുത്ത് എഗ്രിമെന്റ് വെച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വീണ്ടും കാലതാമസം ഉണ്ടാകും. അതിലെല്ലാം നമ്മളോടൊപ്പം അതിന്റെ പരിപൂർണാർത്ഥത്തിൽ ഇതിന്റെ ക്ഷേത്ര ഭാരവാഹികളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകുവാനും ഈ പ്രവർത്തനം ഏറ്റെടുക്കുവാനും നമുക്ക് കഴിഞ്ഞത്. ഞാനെന്ന് ഒരു വ്യക്തിയല്ല, സ്വാഭാവികമായി നമ്മളെല്ലാം അതിൻ്റെ ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു നിമിത്തമായി എന്ന് മാത്രമാണ് അക്കാര്യത്തിൽ ഉള്ളത്. ജനങ്ങളുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും അവരുടെ സ്വപ്നങ്ങളും എല്ലാം പൂവണിയിക്കുമ്പോഴാണ് ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധിയുടെ പ്രവർത്തനം സ്വാർത്ഥകമായി ഒരു ജനപ്രതിനിധികൾ നിക്ഷിപ്തമായ ഉത്തരവാദിത്വം നിറവേറ്റപ്പെട്ടു എന്ന് പറയുവാൻ കഴിയും. നാട്ടിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നിരവധി മേഖലകളിൽ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് പറയുന്നത് കാര്യം ഒരു പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും നവീനമായ അല്ലെങ്കിൽ ഡെവലപ്ഡായ ഒരു സൊസൈറ്റി, ഒരു സമൂഹത്തിൽ ആളുകൾ കുടിവെള്ളത്തിന് വേണ്ടി തലയിൽ പാത്രങ്ങളുമായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ടി വരിക, തലച്ചൂടായി ആ വെള്ളവും കൊണ്ടുവരിക, ആ രംഗം കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷെ നമ്മുടെ പല ഉന്നതികളിലെയും അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന മേഖലയിലെയും അവസ്ഥ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് അതായിരുന്നു. നമ്മുടെ ഏതാണ്ട് കോടിക്കണക്കിന് രൂപ, 1,10,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ എടയ്ക്കോട് ഉന്നതിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടത്. ഇപ്പോൾ ഈ പാറച്ചെരുവിലെ നമ്മുടെ ജടായു ടൂറിസത്തിന് തൊട്ട് താഴെയുള്ള ഈ ചടയമംഗലത്തെ പാറച്ചെരുവിലെ പാവപ്പെട്ട മനുഷ്യർ എത്രയോ നാളുകളായി അവർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥ. ചില ആളുകളൊക്കെ ഇത് ആദ്യമേ
ടാപ്പ് തുറക്കുമ്പോൾ കുടിവെള്ളം കിട്ടി, ഉദ്ഘാടനം ചെയ്തതല്ല, കുടിവെള്ളം കിട്ടി. അപ്പൊ ടാപ്പ് തുറക്കുമ്പോൾ അതിനെ ഇച്ചിരി ഗ്യാസൊക്കെ ഏതായിരുന്നു വരും അല്ലേ, അത് ഇച്ചിരി ഒരു ഇത് കേൾക്കും, അതെടുത്ത് ഇട്ട വിദ്വാന്മാരുണ്ട്. പക്ഷെ വെള്ളം അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. അത്രയും ആളുകൾ അവിടെ ആ പാറയിൽ നിന്ന് ഏറ്റവും ഉയർന്ന പ്രദേശത്തു നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് തല ചൂടായി ആ പാവങ്ങൾ, ആ പട്ടിണി പാവങ്ങൾ പണി ചെയ്തിട്ട് രാത്രിയിൽ വൈകുന്നേരത്ത് വന്ന് ആ വെള്ളവും എടുത്ത് അവരുടെ സ്വാഭാവികമായും പാചകം ചെയ്യുന്നതിന് വേണ്ടി ആ കൊണ്ടുപോകുന്ന ആളുകളുടെ ഒരു രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ ഇവിടെ കള്ളിക്കാട് മേഖലയിൽ കുടിവെള്ളത്തിന് വേണ്ടി അവിടെ നമ്മുടെ മെമ്പർ ഇന്ന് വന്നില്ല. 48 ലക്ഷം രൂപ അനുവദിച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ സുനില് ഇവിടെ ഇരിക്കുന്നു. സുനില് കുറച്ച് കഴിഞ്ഞാണ് മെമ്പർ, ഏറ്റവും അവസാന മെമ്പറായിട്ട് വന്നത്. അവിടെ ഇപ്പോ ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം, 25 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത്. ഇതും ഇപ്പൊ ഇവിടെ ഗോലക്ഷം അവസാനം പറഞ്ഞ ഒരു കാര്യമാണ്. അടുത്ത 2-ാം തീയതി അത് നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പോൾ ഇത്രയധികം, ഇപ്പോ അത് മാത്രമല്ല, നമ്മുടെ ഒരുപാട് വ്യക്തിഗത കണക്ഷൻ കുടിവെള്ളത്തിന് വേണ്ടി കിട്ടി. നമ്മുടെ സോഴ്സ് ഇല്ല. 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോ മുളയത്ത് ചെക്ക് ഡാം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ, ഈ വർഷത്തെ കാലാവസ്ഥ കൂടി ഈ മഴയും കൂടി കഴിഞ്ഞാൽ ആ ചെക്ക് ഡാമിന്റെ പണി പൂർത്തീകരിക്കും. 1.5 കോടി രൂപയാണ്. ഇതെല്ലാം സാധാരണഗതിയിൽ നമുക്കൊരു അതിശയം കാണും. ജില്ലാ പഞ്ചായത്തിന് ഇത്രയും പൈസയുണ്ടോ? പക്ഷേ ജില്ലാ പഞ്ചായത്തിന് പൈസയുണ്ട്. ആ പൈസ നമ്മൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടെത്തി വിനിയോഗിക്കുക. ഏതെല്ലാം മേഖലയിൽ ഏതെല്ലാം സാധ്യതകൾ, ആ സാധ്യതകൾ കണ്ടെത്തി വിനിയോഗിക്കുമ്പോഴാണ് നമുക്ക് പണം യഥാർത്ഥത്തിൽ ഒരു പ്രശ്നമല്ലാതെ ആകുന്നത്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് മെനക്കേണ്ടി വരും, ചില ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, സ്വാഭാവിക കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കി ഇടപെട്ട് കഴിഞ്ഞാൽ 10-15 കോടി രൂപ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച്, അത് ഇവിടെ മാത്രമല്ല, ഞാൻ ഇട്ടുവയിലെ ഇപ്പൊ ഏറ്റവും അവസാനം അവര് കണക്കൂട്ടിയപ്പോ പറഞ്ഞ് 14 കോടി രൂപ അവിടെ ചെലവഴിച്ചു കഴിഞ്ഞ 5 വർഷക്കാലത്തിനുള്ളിൽ. ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ പറഞ്ഞിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികളും, അതിൽ കക്ഷി രാഷ്ട്രീയമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല. അത് നമ്മുടെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടായാലും, നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ടായാലും, നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടായാലും, ഏത് മേഖലയുമായി ബന്ധപ്പെട്ടായാലും ശരി തന്നെ നമ്മുടെ മുന്നിൽ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ ഒരു വിഷയം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന് പരിഹാരം കാണുവാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള വിധത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നിങ്ങൾ നൽകുന്ന ശക്തിയാണ്. നിങ്ങൾ ഇവിടെ നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇത് നൽകിയില്ല, ഒരു നിവേദനം നൽകിയില്ല എങ്കിൽ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും തിരുവൈക്കോട് ക്ഷേത്രത്തിൽ അതിലൊരു കുളമുണ്ട് എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പൊ തീർച്ചയായും ചിലപ്പോൾ റോഡൊക്കെ പൊളിഞ്ഞു കിടന്നാൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴാണ്, ആ പ്രശ്നം അവതരിപ്പിക്കുമ്പോഴാണ് ആ പ്രശ്നത്തിന് ഏത് തരത്തിലും പരിഹാരം ഉണ്ടാകണം. ചില ആളുകളൊന്ന് വിളിച്ചു പറയും, വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നടന്നു. പക്ഷെ കൂടെ നമ്മളോടൊപ്പം നിന്നാൽ നമ്മൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. ആ പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കാര്യം രണ്ടും രണ്ടല്ല. ഇവിടെ പ്രജയും രാജാവുമില്ല. ആ പ്രജയും രാജാവുമല്ല. സ്വാഭാവികമായും നമ്മൾ പൗരന്മാരാണ്. പൗരന്മാരാകുമ്പോൾ അതിൽ സ്വാഭാവികമായും ജനപ്രതിനിധിയുടെ റോള് ചെറുതാണ്. അവിടെ ജനങ്ങളുടെ ദാസന്മാരാണ് ജനപ്രതിനിധികൾ. രാജാവിന്റെ മുന്നിൽ ഒരിക്കലും നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് ശിരസ്സുയർത്തിപ്പിടിച്ച് സംസാരിക്കുവാൻ പാവപ്പെട്ട പ്രജയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. പക്ഷേ ജനാധിപത്യത്തിന്റെ കാതൽ പൗരനെ സംബന്ധിച്ച് പൗരൻ നിർഭയമായി അവന്റെ അഭിപ്രായങ്ങൾ, അവന്റെ ആഗ്രഹങ്ങൾ, അവന്റെ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ ഒരു ജനപ്രതിനിധിയോട് കഴിയുമ്പോൾ മാത്രമാണ്, ആ പങ്കുവെക്കുന്ന ആശയങ്ങൾ സ്വീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ജനാധിപത്യം അതിന്റെ അർത്ഥപൂർണമായ തലങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അവിടെ ഒരു വേർതിരിവില്ല, അവിടെ ഒരു വ്യത്യാസമില്ല. ആ വ്യത്യാസമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ നാടിന്റെ വികസന സ്വപ്നങ്ങൾ, നമ്മുടെ ഈശ്വരവിശ്വാസികളുടെ അവരുടേതായ താല്പര്യങ്ങൾ, അവരുടേതായ ആഗ്രഹങ്ങൾ, നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണ മനുഷ്യരുടെയും ആഗ്രഹങ്ങൾ അതതിന്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുവാൻ കഴിയൂ എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് ഇന്ന് നമ്മളെ നമ്മുടെ പ്രയത്നത്തിന്റെ, നമ്മുടെ ആഗ്രഹത്തിന്റെ, നമ്മുടെ പ്രതീക്ഷയുടെ സാഫല്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത്. ഈ മഹത്തായ ഒരു സന്തോഷ ദിനത്തിൽ തീർച്ചയായും
ഞാനിനിയും ഇതിന്റെ പണിയെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഞാനൊരു ജനപ്രതിനിധി ആകാൻ വഴിയില്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരു കാഴ്ചക്കാരനായി ഈ പണിയെല്ലാം പൂർത്തീകരിക്കുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ഇവിടെ സദസ്സിൽ ഉണ്ടാകും എന്നുകൂടി അറിയിപ്പിച്ചാൽ തീർച്ചയായും ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊണ്ട് ആ നല്ല സന്തോഷകരമായ ആ സുദിനത്തിനു വേണ്ടി നമുക്ക് വളരെ സമയബന്ധിതമായി ആ പണി പൂർത്തീകരിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ 72,66,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഈ കുളത്തിന്റെ നവീകരണത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾ തന്ന അഗീതമായ എല്ലാവിധമായ സഹകരണത്തിന്, നിർലോഭമായ സഹകരണത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള തരത്തിൽ നന്ദി കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രകുളം നവീകരണത്തിനായി 72,62,000 അടുത്തതായി ജില്ലാ പഞ്ചായത്ത് ബഹുമാനിയായ നിർമ്മാണ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സുലിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷനും തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ ആർ ഗോപാലകൃഷ്ണപിള്ള അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീ സജീവ് ട്രസ്റ്റിന്റെ സെക്രട്ടറി, ക്ഷേത്ര നിർമ്മാണ കുളത്തിന്റെ നവീകരണ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ ബഹുമാന്യനും പ്രിയപ്പെട്ടവനുമായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ അവർകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NS അലീന അവർകൾ, കുരിയോട് വാർഡ് മെമ്പർ PS സുനിൽകുമാർ, വെട്ടുവഴി വാർഡ് മെമ്പർ ശ്രീമതി ജയലേഖ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വാർഡിലെ മെമ്പർ J സിന്ധു അവർകൾ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ സുരേഷ് കുമാർ, ക്ഷേത്രം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി, ഏറെ ബഹുമാന്യരായിട്ടുള്ള ഭക്തജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, തിരുവൈക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ക്ഷേത്രകുളം നവീകരണ ഉദ്ഘാടന കർമ്മത്തിനാണ്, നിർമ്മാണ ഉദ്ഘാടന കർമ്മത്തിനാണ് നമ്മൾ എല്ലാവരും ഈ സമയത്ത് ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം വളരെ വിശദമായി തന്നെ അദ്ദേഹം നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം വലിയ നല്ല രീതിയിൽ തന്നെ പറയുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജില്ലാ പഞ്ചായത്തിലെ അംഗം എന്ന നിലയിലും ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന സമയത്തും കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പല മേഖലകളിലായിട്ട് അദ്ദേഹം വിനിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചു കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആവശ്യങ്ങളാണ് കുടിവെള്ളം, അതുപോലെ തന്നെ നല്ല നടപ്പാത, വഴിവിളക്ക് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏകദേശം 95% ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ചാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. കുടിവെള്ള പദ്ധതികളെ സംബന്ധിച്ച് വിവിധ പദ്ധതികളാണ് ഈ 5 വർഷക്കാലം കൊണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആയാലും ഗ്രാമപഞ്ചായത്തിന്റെ ആയാലും പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു ക്ഷേത്ര കുളങ്ങളെ സംബന്ധിച്ച്. ഇതൊന്നും മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്തതാണ്. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മളാരും കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലകളിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നേരത്തെ ഇവിടുത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അറിയാതിരുന്ന ഒരു കുളം അവർ കണ്ടെത്തി കൊണ്ടുവന്ന് ബഹുമാന്യനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ മുമ്പിൽ എത്തിച്ചപ്പോൾ സമയബന്ധിതമായി അതിന് ഫണ്ട് അനുവദിച്ചു. ഫണ്ട് അനുവദിക്കാൻ ആർക്കും സാധിക്കും. എന്നാൽ ആ ഫണ്ടിനോടൊപ്പം നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥരാണ് ബാക്കി കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ അവരെ കൊണ്ട് സമയബന്ധിതമായി അതിന്റെ TS ഉം AS ഉം ആക്കി ആ പദ്ധതിയിലേക്ക് പോകാൻ സാധിച്ചത്
ബഹുമാന്യനായിട്ടുള്ള ആ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പ്രത്യേക കഴിവ് തന്നെയാണ്. കാര്യം ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിന്നില്ലെങ്കിൽ സമയത്ത് നമുക്ക് ഒരു വർക്കും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സാധിക്കില്ല. എന്തായാലും 4-5 മാസത്തിന് ഇടയ്ക്ക് വെച്ചാണ് അദ്ദേഹത്തിന്റെ കയ്യില് ഞങ്ങൾ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിലൊരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഞാനും ഉണ്ടായിരുന്നത്. നിന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപേക്ഷ കൊണ്ട് കൊടുക്കുകയും അദ്ദേഹം അതിനുവേണ്ടി ഫണ്ട് അനുവദിക്കുകയും വളരെ സമയബന്ധിതമായി അതിന്റെ മറ്റ് ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് അതിന്റെ പണിയിലേക്ക് പോകുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മളെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശം ഒന്നും നമ്മൾ വികസന പ്രവർത്തനങ്ങളൊന്നും പറഞ്ഞു പോകുന്നതല്ല. നമുക്കറിയാം, ഇന്നിപ്പോ ഈ ഉദ്ഘാടനം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ അങ്ങ് പറയുക. എന്നാൽ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിനും അതുപോലെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതിക്കും സർക്കാർ ഫണ്ടുകളും അത് പഞ്ചായത്തുകൾക്ക് വിട്ടുകിട്ടുന്ന പൈസയും ഉപയോഗിച്ച് എല്ലാ വാർഡുകളിലും, ഒരു വാർഡെന്നല്ല, ഇവിടെ സാമെമ്പർ സൂചിപ്പിച്ചതുപോലെ കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കാതെ 15 വാർഡുകളിലും ഈ വികസന പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കുന്നതിന് പഞ്ചായത്തിനായാലും ത്രിതല പഞ്ചായത്ത് ഭരണസമിതിക്കായിട്ടും സാധിച്ചിട്ടുണ്ട്. എന്നാൽ 100% വികസനത്തിലേക്ക് എത്തിയെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പക്ഷെ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവർ കാണാതെ പോകരുത്. ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ വരുന്ന ആൾക്കാർ ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ളവരാണ്. അവര് വന്നങ്ങ് അലക്കുക. ഇവിടെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ചു, നമ്മുടെ സ്കൂളുകളിലെ വികസന പ്രവർത്തനങ്ങൾ ജില്ലാ പഞ്ചായത്തിന് കിട്ടിയ MG സ്കൂളില് നമ്മുടെ മക്കളെല്ലാരും പഠിക്കുന്ന സ്കൂളാണ്. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷക്കാലം കൊണ്ടുണ്ടായിട്ടുള്ളത്. ഇപ്പൊ അടുത്ത സമയത്ത് അവിടുത്തെ ഒരു കവാടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഓൺലൈൻ ചാനലുകളിലും മീഡിയയിലും അങ്ങ് പോവുക. 20 ലക്ഷം രൂപ ഉപയോഗിച്ച് കവാടം നിർമ്മിക്കുന്നത്. എന്താണ് കുഴപ്പം? അവിടെ അധ്യാപകരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച കവാടം പൊളിച്ചു മാറ്റിക്കൊണ്ടതാ പുതിയ കവാടം വരുന്നു. ഞങ്ങളും അതിനെക്കുറിച്ച് അന്വേഷിച്ചു. കാര്യം നമ്മളെ പഞ്ചായത്തിലാണല്ലോ, അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. അപ്പൊ നിലവിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. അവിടുത്തെ സ്റ്റേജാണ് ഇത്തരത്തിൽ അധ്യാപകരുടെ സ്മരണാർത്ഥം നിർമ്മിച്ചതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഇങ്ങനെ പൊതുമാധ്യമങ്ങളിലും പൊതുരംഗത്തും ഇത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളെ മുച്ചൂട് മുടിക്കുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ ശ്രമിക്കുകയും ഇതുപോലെയുള്ള ജനപ്രതിനിധികളുടെ വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയോ ശ്രമിക്കാതെ ആ ജനപ്രതിനിധികളെ വ്യക്തിപരമായും അല്ലാതെയും ആക്ഷേപിക്കുന്ന ഒരു രീതിയാണ് സമീപകാലങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എങ്കിലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കൊണ്ടുവന്ന ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റിനെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും കൊടുക്കുന്നതിനോടൊപ്പം ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ക്ഷേത്രം ഭരണസമിതി ട്രസ്റ്റ് അംഗങ്ങളെയും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് പങ്കെടുത്ത മുഴുവൻ ജനങ്ങളെയും പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തതായി ഏറെ ബഹുമാനിയും ആദരണീയമായ നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ NS സലീന അവരെ ആദരപൂർവം ക്ഷണിക്കുകയാണ്. ഈ നല്ല ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ R ഗോപാലകൃഷ്ണനുള്ള ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ്, സ്വാഗതം ആശംസിച്ച ശ്രീ സജീവ് ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി, ഈ കുളത്തിന്റെ ചിറയുടെ നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായിരുന്ന അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ, അതുപോലെ ഇവിടെ സന്നിഹിതയായിട്ടുള്ള ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബിനി സുനിൽ, ഗ്രാമപഞ്ചായത്തിന്റെ അംഗങ്ങളായിട്ടുള്ള ശ്രീ സുനിൽ കുമാർ, ശ്രീമതി ജയലേഖ, ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും
ഈ വാർഡിന്റെ മെമ്പറായിട്ടുള്ള ശ്രീമതി സിന്ധു, അതുപോലെ തന്നെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീ സുരേഷ് കുമാർ, ക്ഷേത്രം ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി തുടങ്ങി വേദിയിലും സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സായം സന്ധ്യയിലാണ് നിങ്ങളും ഞാനും ഉൾപ്പെടെ എല്ലാവരും ഇരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. വികസനം എന്ന് പറയുന്നത് സങ്കുചിത മനോഭാവത്തോടുകൂടി അല്ല എന്ന് തെളിയിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചിറയുടെ ഈ ഇത്രയും വലിയൊരു ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ നവീകരണ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയുടെ ഒരു മാതൃക എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വികസനത്തെ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ 5 വർഷക്കാലവും ഗ്രാമപഞ്ചായത്ത് തലങ്ങളായാലും അല്ലെങ്കിൽ അങ്ങനെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലങ്ങളിലായാലും സർക്കാരിന്റെ തലങ്ങളിലായാലും അവരുടെ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വികസനത്തെ നിരീക്ഷിക്കുമ്പോഴാണ് വികസനം എത്ര തോതിൽ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1995 മുതൽ നടപ്പിലാക്കിയ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിയമം നടപ്പിലാക്കി തുടങ്ങിയതോടുകൂടി കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് മുന്നോട്ട് കേരളം കുതിച്ച ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ 5 വർഷക്കാലം കഴിയുമ്പോൾ മാറി മാറി വരുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ആവോളം പ്ലാൻ ഫണ്ട് അനുവദിച്ചു നൽകുന്നതിലൂടെ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വിട്ടുകിട്ടിയ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കാൻ ഇത്തരം ത്രിതല സംവിധാനങ്ങൾക്ക് സാധിച്ചു വരുന്നത് വികസന പ്രക്രിയയുടെ ആക്കം കൂട്ടുന്നു എന്നുള്ളതാണ്. വികസനം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല, തുടർ പ്രക്രിയയാണ്. ഇപ്പോൾ സാമെമ്പർ പറഞ്ഞതുപോലെ സാമെമ്പർ ഇറങ്ങിപ്പോവും, ഞാൻ പോകും, ഇരിക്കുന്ന ജനപ്രതിനിധികളെല്ലാം പോകും, പകരം ജനപ്രതിനിധികൾ മാറി മാറി വരും. അപ്പോഴും വികസന തുടർച്ചയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആൾക്കാർ മാത്രമാണ് ജനപ്രതിനിധികളാണ് മാറുന്നത്. പക്ഷെ മാറി മാറി വരുന്ന ജനപ്രതിനിധികളുടെ വിഷൻ കാഴ്ചപ്പാടിനനുസരിച്ച് വികസന പ്രക്രിയയിലെ മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ വാർഡിനെ, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സങ്കുചിത മനോഭാവമില്ലാതെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നുള്ള നിലയിലും കള്ളിക്കാട് പാലം അതിന്റെ ഒരു അപ്രോച്ച് റോഡില് ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി മാറാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പരിമിതമായ പ്ലാൻ ഫണ്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തൊക്കെ ഉള്ളത്. പക്ഷെ ജില്ലാ പഞ്ചായത്തിലൊക്കെ വെച്ചിട്ടാണ് ഇത്രയും വലിയ ഫണ്ട് നമുക്ക് അനുവദിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള പൊതു ഇടങ്ങള് നമുക്ക് സമഗ്ര വികസനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ബഹുമാന്യനായ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുള്ളത് പോലെ 2050 ആവുമ്പോൾ ജനങ്ങള് കുടിവെള്ളത്തിനായിട്ട് വലയുന്ന അല്ലെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് മാറ്റപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളില് ഈ ജലസ്രോതസ്സുകളെ മുന്നിൽ കണ്ടുകൊണ്ട് ദീർഘമായ വീക്ഷണത്തോടുകൂടി ഇത്തരം ജലസ്രോതസ്സുകളെ പൊതു ഇടങ്ങൾ, ആരാധനാലയങ്ങളായാലും അല്ലാതെ ആയാലും ഉള്ള പൊതു ഇടങ്ങളിലെ ഇത്തരം ജലസ്രോതസ്സുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂടി ഉത്തരവാദിത്വമാണ്. അത്തരം ഒരു സമഗ്ര വികസനത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞ, അതിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ സംഘടിപ്പിച്ചതിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിന്റെ അംഗത്തെ ഈ വേദിയിൽ വളരെ സന്തോഷത്തോടുകൂടി അതിനുള്ള അഭിനന്ദനം അറിയിച്ചുകൊണ്ട്, നല്ല ചടങ്ങിൽ പങ്കെടുത്ത ഇതിന്റെ സംഘാടകരോടുള്ള നന്ദി കൂടി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സുനിൽ മെമ്പർ സംസാരിക്കണം. അടുത്തതായി നമ്മുടെ ആദരണീയായ വെട്ടുവഴിയിൽ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ ജയലേഖയെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷയായിട്ടുള്ള ഗോപാലകൃഷ്ണ പിള്ള, നമ്മുടെ ഈ ഒരു കുളം നവീകരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ
അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ അവർ, നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സുനിൽ, നമ്മുടെ ബ്ലോക്ക് മെമ്പർ സെലീന, അതുപോലെ സഹമെമ്പറായിട്ടുള്ള സുനിൽ, അതുപോലെ നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ളവര്. നമുക്കറിയാം ഈ ഒരു കുളത്തിനെ കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോപാലകൃഷ്ണനും വളരെ വിശദമായിട്ട് തന്നെ ഈ കുളത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഞ്ഞുനാളുകളിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുളത്തിൽ പോവുകയും നമ്മൾ കാല് കഴുകുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ പിന്നെ ആ കുളത്തിൻ്റെ അടുത്തോട്ട് ആരും കാട് പിടിച്ച് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ കിടന്ന ഒരു കുളമായിരുന്നു. അപ്പം ആ ഒരു കുളത്തിന് ഇപ്പോൾ ഈ 72 ലക്ഷത്തിന് പുറത്ത് പൈസ വെച്ചിട്ട് അത് നവീകരണം നടത്തി നല്ല രീതിയിൽ അത് കെട്ടി നല്ലൊരു കുളമാക്കി എടുക്കാനും ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ, മെമ്പർ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ അത് കെട്ടി നാട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ ആ ഒരു കുളം നവീകരിച്ച് കൊണ്ടുവരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിനായിട്ട് നമുക്ക് തുക അനുവദിച്ച നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കുളം പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു നവീകരണം നടത്തി അത് പൂർത്തീകരിക്കട്ടെ എന്നുകൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ആദരണീയനായ ചടയമംഗലത്ത് കുരിയോട് പഞ്ചായത്ത് മെമ്പർ കൂടിയായ സുനിൽകുമാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ ഈ വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, ഇപ്പോൾ തന്നെ സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ കുരിയോട് പ്രദേശത്തെ സംബന്ധിച്ച് അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് നമ്മുടെ തിരുവയ്ക്കോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് 72 ലക്ഷം രൂപ കുളം നവീകരണത്തിന് അനുവദിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ സാം കെ ഡാനിയലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈ ചടങ്ങിന് എനിക്ക് മുമ്പേ സംസാരിച്ചതെല്ലാം വളരെ വിശദമായി നിങ്ങളോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചതുകൊണ്ട് ഞാനൊരു സംസാരത്തിലേക്ക് നീങ്ങുന്നില്ല. ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറിയും എൻ്റെ സഹപ്രവർത്തനം കൂടിയായ ശ്രീ സുരേഷ് കുമാറിനെ കൃതജ്ഞത പറയുന്നതിനു വേണ്ടി യോഗത്തിലേക്ക് ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ വളരെ ഏറെ നാളത്തെ സ്വപ്നമായിരുന്ന ക്ഷേത്രക്കുളത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ നമ്മുടെ ഏറെ ബഹുമാന്യനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാം കെ ഡാനിയൽ സാർ, അതുപോലെ തന്നെ സാം കെ ഡാനിയൽ സാറിന് ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിലും നമ്മുടെ ക്ഷേത്രം ഭരണസമിതിയുടെ പേരിലുമുള്ള നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി സുനിൽ, അദ്ദേഹത്തിനും ഈ പരിപാടിയിൽ പങ്കെടുത്തതിലുള്ള വളരെ നന്ദിയും കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ ഇവിടെ എത്താതിരുന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ എ രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NS സലീന, ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ട് എത്താതിരുന്ന, നിർഭാഗ്യവശാൽ എത്താൻ കഴിയാതെ പോയ നമ്മുടെ ഇവിടുത്തെ തന്നെ മെമ്പർ ശ്രീ സിന്ധു വെട്ടുവഴി